ഹബീബ്സ് വെൽക്കം ബാക്ക്. കിൻ പോഷന്റെ 8ാമത്തെ എപ്പിസോഡിന്റെ തുടക്കത്തില് പയ്യന്മാർ രണ്ടും കൂടെ ബെഡ്റൂമിൽ നിന്ന് എണീക്കിനാണ് കാണുന്നത്. എണീറ്റ് പരസ്പരം ഒന്ന് നോക്കി ചിരിച്ചതിനൊക്കെ ശേഷം ഇന്നലെ നൈറ്റ് അടിപൊളിയായിരുന്നല്ലേ എന്നാണ് സംസാരം. കിന്ന് ചോദിക്കുന്നുണ്ട് ഇന്നെന്താ പരിപാടിന്ന്. ഇതിനെ കുറിച്ചാണെന്ന് പോഷയെ ചോദിക്കുന്നുണ്ട്. അതും കിന്നിന്റെ മുഖത്തേക്ക് ഊതിക്കൊണ്ട് തിരിച്ചൊരു ഊത്ത് കൊടുത്തിട്ട് നമ്മളെ കുറിച്ച് തന്നെയാണെന്ന് കിന്ന്. പയ്യന്മാര് രാവിലെ തന്നെ പിന്നെ ഒന്ന് റൊമാൻസിലേക്ക് കിടക്കാന്നും പറഞ്ഞ് കിസ് ചെയ്യാൻ വേണ്ടി നിൽക്കുന്ന സമയത്താണ് കിന്നിന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടോന്നൊന്നും പറഞ്ഞ് ആരോ വന്ന് വിളിക്കുന്നത്. നിക്ക് ഒരു മിനിറ്റ് എന്ന് കിന്ന്. പോഷയാണെങ്കിൽ എന്താ കാണിക്കണ്ടേന്നൊരു പിടുത്തമില്ല. ഡ്രസ്സൊക്കെ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. ആകെപ്പാടെ ട്രൗസർ മാത്രമാണ് ഇട്ടിട്ടുള്ളത്. പാൻറ്റും ഷർട്ടും എല്ലാം തപ്പിക്കൊണ്ടിരിക്കുകയാണ്. കിന്നാണെങ്കിൽ അവിടെയുള്ള ബാക്കി ഡ്രസ്സൊക്കെ എടുത്ത് പൊതുപ്പിന്റെ അടിയിലേക്ക് എടുത്ത് വെച്ചുകൊണ്ടിരിക്കുകയാണ്. പുറത്തുനിന്നാണെങ്കിൽ ആള് പിന്നെ വിളിക്കുന്നുണ്ട്. പോഷയാണെങ്കിൽ കഷ്ടപ്പെട്ട് പാൻറ്റൊക്കെ ഒന്ന് കയറ്റിയിടുന്നുണ്ട്. സിപ്പൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് ഇടുന്നുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് കിന്നാണെങ്കിൽ എന്നാ പിന്നെ നമുക്കൊരു കാര്യം ചെയ്യാം, അങ്ങ് അനൗൺസ് ചെയ്താലോ എന്ന് ചോദിക്കുകയാണ്. മര്യാദക്കിരി ഉരിപ്പിയെന്ന് പറഞ്ഞ് പോഷേ അങ്ങനെ ഒരു വിധത്തിൽ ആ പാൻറ് കയറ്റി അങ്ങ് ഇടുന്നുണ്ട്. എന്നിട്ട് ടീഷർട്ട് ഇടുന്നുണ്ട്, പാതി ഇടുന്നുണ്ട്. എന്നിട്ടും പാൻറ്റിന്റെ സിബൊന്നും ഇട്ടിട്ടില്ല. അപ്പോഴേക്കും തന്നെ കിന്നാണെങ്കിൽ അകത്തേക്ക് വന്നോളാൻ അങ്ങ് പെർമിഷൻ കൊടുക്കുകയാണ്. പിന്നെ ഒരു വിധത്തിലെ പോഷ എല്ലാ സാധനങ്ങളും ഇട്ട് പുറത്തു പോയിട്ട് അവൻ തന്നെയാണ് വാതിലങ്ങ് തുറക്കുന്നത്. അകത്തേക്ക് വരുന്നതാണെങ്കിൽ നമ്മുടെ പീറ്റ്. എടാ നീ എന്ത് രാവിലെ എന്നോട് ചെയ്യുന്നേന്ന് പീറ്റ് ചോദിക്കുന്നുണ്ട്. ഫുഡൊക്കെ വെച്ചിട്ട് പോവാൻ നേരത്ത് പോഷയാണെങ്കിൽ ബബ്ബ വെച്ചുകൊണ്ടിരിക്കുകയാണ്. കിന്നപ്പ പറയുന്നുണ്ട് ഇന്നലെ രാത്രിത്തെ കാര്യത്തിന് അവനെ പണിഷ്മെന്റ് കൊടുക്കാൻ വേണ്ടിട്ട് വിളിച്ചാണ്, എന്താ വല്ല കുഴപ്പമുണ്ടോന്ന്. എന്ത് കുഴപ്പമെന്ന് പീറ്റ് ആണെങ്കിൽ ഭയങ്കര വിഷമത്തില് പോഷന്റെ അടുത്ത് എടാ എന്തായിരുന്നു ഭയങ്കര ടഫ് ആയിരുന്നു എന്ന് ചോദിക്കുന്നുണ്ട്. അതെ ഭയങ്കര ടഫ് ആയിരുന്നു എന്ന് പോഷേ. പീറ്റിനെ വേറെ എന്ത് ചെയ്യാൻ പറ്റും. പോഷന്റെ തോളിന് തട്ടിക്കൊടുത്ത് ഒരു തംസപ്പ് ഒക്കെ കാണിച്ചിട്ടാണ് അവിടെ നിന്ന് പോകുന്നത്. പോഷ എന്തിനെ കുറിച്ചാണ് ടഫ് എന്ന് പറഞ്ഞത് എന്ന് നമുക്കല്ലേ അറിയൂ. പീറ്റ് പോയതും കിന്നും പോഷയാണെങ്കിൽ പരസ്പരം ഒന്ന് നോക്കി ചിരിക്കുന്നുണ്ട്. കിന്നാണെങ്കിൽ ഭയം എന്നുള്ള രീതിക്ക് കണ്ണുകൊണ്ട് കാണിക്കുന്നുണ്ട്. പോഷയാണെങ്കിൽ ടീഷർട്ട് ഊരിയിട്ട് അതിലെ മുട്ടിലഴിഞ്ഞ് വന്ന് പുതപ്പിൻ്റെ അടിയിൽ കൂടെ കയറുന്നുണ്ട്. കറക്റ്റ് പാതി എത്തുന്ന സമയത്ത് ഇത് ഭയങ്കര സോഫ്റ്റ് ആണെന്ന് പോഷേ. കിന്ന പുതപ്പ് നോക്കി നോക്കുമ്പം പോഷയുണ്ട് ഒരു ബ്രെഡ് വായിൽ വെച്ച് നിൽക്കുകയാണ്. ഇത് ഭയങ്കര സോഫ്റ്റ് ആണ്, പോരാത്തതിന് നല്ല സ്മെല്ലുണ്ട് എന്നൊക്കെ പറഞ്ഞ് പോഷേ ഒരു പ്രത്യേക ചിരിയും ചിരിച്ച് കിന്ന് അത് കടിക്കുന്നുണ്ട്. അങ്ങനെ അത് രണ്ടുപേരും കൂടെ തിന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെയൊക്കെ പോഷയാണെങ്കിൽ ഇത് ഭയങ്കര സോഫ്റ്റ് ആണെന്ന് പറഞ്ഞ് തടിയേക്കത് നോക്കിയിട്ട് അത് ഭയങ്കര ഹാർഡാണെന്ന് പറയുന്നുണ്ട്. അങ്ങനെ പിന്നെന്താണ് പുതപ്പ് തലയിൽ കൂടെ ഇരുന്നു. പിന്നെ ഫുള്ള് റൊമാൻസ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് രണ്ടുപേരും കൂടെ റൂമിൽ നിന്ന് ഭയങ്കര ഹാപ്പി ആയിട്ട് തിരിച്ചു കളിച്ച് ഇറങ്ങി വരികയാണ്. ആ സമയത്താണ് പോഷ ശ്രദ്ധിക്കുന്നത് രണ്ടുപേരും ഇട്ടിരിക്കുന്ന സോക്സ് മാറ്റമുണ്ടെന്ന്. ഒരേ സോക്സ് ആണല്ലോ ഇടേണ്ടത്, പക്ഷേ കിന്നിട്ടിരിക്കുന്നത് ഒരു ബ്ലാക്കും ഒരു വൈറ്റും, അതുപോലെ തന്നെ പോഷയും ഒരു ബ്ലാക്കും ഒരു വൈറ്റും. ഇന്ന് രാത്രി ഇവർക്കൊരു ഈവെന്റ് ഉണ്ട്. അപ്പൊ അതിന് പോകാൻ വേണ്ടിയിട്ട് 2 ടീമായിട്ട് പോവാം. ഇന്ന ടീമില് ഇന്ന ആൾക്കാരാണെന്നൊക്കെയുള്ള പ്ലാന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഭയങ്കര സീരിയസ് ആയിട്ട് ഈ പ്ലാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് പോഷയാണെങ്കിൽ കിന്നിന്റെ ബേബി കിന്നിനെ ചവിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഒരു മനുഷ്യനെ ഇങ്ങനെ മൂടാക്കാൻ പാടുണ്ടോ? ചെക്കനാണെങ്കിൽ എന്താ കാണിക്കണ്ടേന്ന് അറിയത്തില്ല. ടേബിളിന് ഒറ്റ തട്ട് കൊടുക്കുന്നുണ്ട്. ബാക്കി എല്ലാ ബോഡി ഗാർഡ്സും ആണെങ്കിൽ എന്ത് പറ്റി ആരാത് എന്നുള്ള രീതിക്ക് തോക്കെടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ചൂടിക്കൊണ്ടിരിക്കുകയാണ്. ആരെങ്കിലും ഉണ്ടെങ്കിൽ തട്ടണല്ലോ. എന്ത് പറ്റിയെന്ന് അവര് ചോദിക്കുന്ന സമയത്ത് ഒന്നുമില്ല, നിങ്ങൾ എന്തിനാ നിർത്തിയെന്ന് പറഞ്ഞ് കിന്ന് പറയുന്നുണ്ട്. അവന്റെ അവസ്ഥ അവനെല്ലാം അറിയൂ. അത് കഴിഞ്ഞിട്ട് റൂമിലേക്ക് വരുന്ന സമയത്ത് കെന്നിന്റെ അടുത്ത് അവിടെ നിന്നോളാൻ പറയുന്നു. പോഷന്റെ അടുത്ത് നമുക്കൊന്ന് സംസാരിക്കാനുണ്ട് എന്ന് പറഞ്ഞിട്ട് ഭയങ്കര സീരിയസ് ആയിട്ട് തന്നെ കിന്ന് അകത്തേക്കുമാണ്. പുറകെ തന്നെ പോഷയും. അകത്ത് പോയിട്ടാണെങ്കിൽ ഒരു സെക്കൻഡ് പോലും താമസിക്കാണ്ട് നേരെ ടേബിളിലേക്കൊക്കെ കടന്നിട്ടാണ് റൊമാൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവിടെയാണെങ്കിൽ ടേബിളിൽ നിന്ന് സാധനങ്ങളൊക്കെ താഴെ വീഴുന്ന സൗണ്ടും പോരാത്തിന് ഈ ഒരു സൗണ്ടൊക്കെ കേട്ടിട്ട് പുറത്തേക്കുന്ന കെന്നാണെങ്കിൽ വിചാരിക്കുന്നത് അവിടെ എന്തോ പ്രശ്നം നടക്കണമെന്നാണ്. അവനാണെങ്കിൽ ഇങ്ങനെ സൂക്ഷ്മമായിട്ട് കേട്ടോണ്ടിരിക്കാണ്. ഇവരാണെങ്കിൽ ഇവിടെ ഷർട്ടൊക്കെ വലിച്ച് കീറുന്നടക്കൊക്കെ അത്ര ആവേശത്തിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പുറത്തുള്ള കെന്നിന് ഇതൊന്നും അറിയത്തില്ലല്ലോ. അങ്ങോട്ടേക്ക് നമ്മുടെ മുടിയനെ വന്നിട്ട് എന്തെത്ര സൗണ്ട് എന്ന് ചോദിക്കുന്നുണ്ട്. അത് വേറൊന്നല്ല, പോഷയ്ക്ക് പണിഷ്മെന്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് കിന്നെ വിളിച്ചോണ്ട് പോയതാണെന്ന് കെന്ന്. അവന് നന്നായിട്ട് കിട്ടേണ്ട കുറവുണ്ട് എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും അവിടെ നിന്ന് പോകുന്നുണ്ട്. ഇവിടെ അകത്താണെങ്കിൽ ഭയങ്കരമായിട്ടുള്ള പരിപാടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പറയാതിരിക്കാൻ പറ്റില്ല, ഫുൾ എനർജിയാണ്. അങ്ങനെ പിന്നെ അടുത്ത സീനിൽ നമ്മൾ കാണുന്നത് യോക്കിന്റെ ബാറിലേക്ക് പോഷെ വരുന്നതാണ്. അവിടെ തന്നെ അവന്റെ 2 ഫ്രണ്ട്സും ഉണ്ട്. പോഷേനോട് സംസാരിക്കുന്നേന്ന് അവർക്ക് മനസ്സിലാവുന്നുണ്ട് ഇവൻ ഓൾറെഡി തന്നെ ലവില് ആയിട്ടുണ്ട് എന്ന്. ആരാണെന്ന് അറിയില്ലല്ലോ. അത് ചോദിക്കുന്ന സമയത്ത് ഫ്രണ്ടിന്റെ പറയുന്നു വേറെ ആരാവാനാ, കിന്ന് തന്നെ ആയിരിക്കും. അതെങ്ങനെ നിനക്കറിയാന്ന് പോഷെ ചോദിക്കുമ്പം എങ്ങനെ അറിയാതിരിക്കും, അന്ന് വലിയൊരു ക്ഷമ ചോദിക്കാൻ വേണ്ടിയിട്ട് നിന്റെ വീട്ടിലേക്ക് വന്നതല്ലേ, നിന്റെ കൊളീഗാണ്, പോരാത്തേന് ഞാനൊരു ലവ് ഗുരുവാണ് മോനേന്ന്. അവൻ എപ്പോഴും ഓഫായിട്ട് കിടക്കുന്ന ഒരു ഫ്രണ്ട് ഉണ്ടല്ലോ, അവനറിയോന്ന് ചോദിക്കുമ്പം എവിടെന്ന്, അവനതൊന്നും അറിയാനുള്ള വഴിയില്ല, കുട്ടി ബ്രേക്കപ്പ് ആയിട്ട്
ഷോക്ക് അടിച്ചാൽ കിടക്കുവാണ്. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴുണ്ട് ആ ചെക്കനാണെങ്കിൽ എണീറ്റിട്ട് എന്തോരം ഒച്ച ഉണ്ടാക്കിയിട്ട് എല്ലാത്തിനെയും പേടിപ്പിച്ചട കിടപ്പുണ്ട്. പോഷ പറയുന്നുണ്ട് തൽക്കാലത്തേക്ക് ഇതാരുടെ അടുത്തും പറയണ്ട, സീക്രട്ട് ആക്കി വെച്ചാൽ മതിയെന്ന്. എടാ ഇവൻ പറഞ്ഞ കണക്ക് ലവ് എന്ന് പറഞ്ഞാൽ ലവ് ആണ്, ലവ് എപ്പോഴും വിജയിക്കുന്നൊക്കെ പറഞ്ഞ് യോക്ക് സംസാരിക്കുന്നുണ്ട്. അതിങ്ങനെ ഒളിപ്പിച്ചേക്കേണ്ട കാര്യമൊന്നും ഇല്ല എന്നുള്ള രീതിക്ക്. പോഷയ്ക്കാണെങ്കിൽ ഫസ്റ്റ് ടൈം ആണ് അവൻ ഒരു പയ്യനെ ഡേറ്റ് ചെയ്യുന്നത്. സോ അതിൻ്റെതായ ഒരു മടിയാണ് ഉള്ളത്. അവരിങ്ങനെ ഒളിപ്പിച്ച് വെക്കേണ്ട കാര്യമൊന്നും ഇല്ലെന്ന് പറഞ്ഞാൽ ലേശം അവനെ ഉപദേശിച്ചിട്ട് ഇങ്ങനെ ലവ് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് സ്വീറ്റ്നെസ് അതിലേക്ക് നന്നായിട്ട് നാട് ചെയ്ത് കൊടുത്താൽ മതി എന്നാണ് പറയുന്നത്. എങ്ങനെയെന്ന് പോഷേ വേറൊന്നും ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, എപ്പോഴും ഇങ്ങനെ ബെഡിൽ കിടക്കാണ്ട് ജസ്റ്റ് ഒന്നൊരു ഡേറ്റിന് പോവാ, മൂവിക്ക് പോവാ, ഒരുമിച്ച് ഫുഡ് കഴിക്കുക, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്താൽ മതി എന്ന് അവര്. ഡേറ്റിന് എങ്ങോട്ടേക്കാ പോകണ്ടേന്നാണ് പോഷെ ചോദിക്കുന്നത്. അവൻ സാധാരണയായിട്ട് ഒരു പെണ്ണിനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ബാറിന്റെ പുറകെ പോയിട്ട് കാര്യങ്ങളൊക്കെ നടത്തുകയാണല്ലോ ചെയ്യാറ്. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യുക, കഫേ പോയാൽ മതി, സെറ്റ് മൂടായിരിക്കുന്നത് അവര്. കഫേയോ? ഏത് കഫേന്ന് പോഷെ. എടാ ഒരുപാട് കഫേ ഉണ്ടാന്ന് അവര്, ഞങ്ങള് പറഞ്ഞു തരുന്നതിനെക്കാട്ടെ നീ ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കുക, അതാകുമ്പം കുറെ നല്ലത് കിട്ടുന്ന പറയുന്നുണ്ട്. ശരി ഓക്കെ, എന്നാ പിന്നെ നിന്റെ ഫോൺ തായോന്നും പറഞ്ഞ യോക്കിന്റെ അടുത്ത് ചോദിക്കുകയാണ്. നിന്റെ അടുത്ത് ഫോൺ പോലും ഇല്ലേ? ഇല്ലെന്ന് പോഷേ. അങ്ങനെ ഫോണിൽ ഇങ്ങനെ പെർഫെക്റ്റ് ഡേറ്റിന് പോകാൻ പറ്റിയ കുറച്ച് കഫേസ് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യും. ഒരു 13 തന്നെ കിട്ടുന്നുണ്ട്. ഇത് കണ്ട് ഭയങ്കര ഹാപ്പി ആയിട്ട് നിൽക്കുവാണ്. കുട്ടിക്ക് ബെഡിൽ പുലിയായിട്ടിരിക്കാൻ അറിയാം, പക്ഷേ ഡേറ്റില് പൂച്ചക്കുട്ടിയാണ്. അങ്ങനെ പിന്നെ നമ്മൾ അടുത്ത സീനിൽ നോക്കുമ്പം കിന്നും പോഷയും കൂടെ കോട്ടും സ്യൂട്ടൊക്കെ ഇട്ട് വന്നിട്ട് ബാത്റൂമിൽ പോയിട്ട് കാഷ്വൽ ഡ്രസ്സ് ഇട്ട് പുറത്തേക്ക് വരാണ്. റെഡിയായി പോവാന്ന് പറഞ്ഞുകൊണ്ടാണ് നിൽക്കുന്നത്. നീ എന്ത് ഇത്ര ക്യൂട്ടായിട്ടിരിക്കുന്നേന്ന് കിന്നെ ചോദിക്കുന്നതിന് അത് പിന്നെ സാധാരണ അല്ലേന്ന് പോഷ ലിപ്സിൽ ജസ്റ്റ് ഒരു കിസ്സൊക്കെ കൊടുത്ത് അങ്ങനെ പയ്യന്മാരെ പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് നിൽക്കുവാണ്. പയ്യന്മാരെ ഭയങ്കര ഹാപ്പി ആയിട്ട് പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. ഒരു ഹോട്ടല് പോലെയുള്ള ഒരു സ്ഥലമാണത്. അവിടെ നിന്നാണെങ്കിൽ എല്ലാവരും ഇവരെ തന്നെയാണ് നോക്കുന്നത്. കിന്നും പോഷയാണെങ്കിൽ കൈ ഇങ്ങനെ കോർത്ത് പിടിച്ചിട്ടുണ്ട്. എല്ലാരും നോക്കുന്ന കണ്ടിട്ട് പോഷ കൈയെടുത്ത് അവന്റെ പോക്കറ്റിലേക്ക് ഇടുന്ന സമയത്ത് കിന്ന പോഷന്റെ കൈയെടുത്ത് ടൈറ്റ് ആയിട്ട് പിടിക്കുന്നുണ്ട്. അങ്ങനെ അവരവിടുന്ന് പോവാണ്. ഒരു സ്ഥലത്ത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് രണ്ടുപേരും കൂടെ വന്നിട്ടുള്ളത്. ഫുഡ് അവിടെ കൊണ്ടുവെക്കുന്നുണ്ട്. ഫുഡ് കൊള്ളാലി എന്ന് പറഞ്ഞ് സംസാരിക്കുകയാണ്. എനിക്കറിയായിരുന്നു അല്ലേലും ഇത് നല്ല ഫുഡായിരിക്കുന്നത്, ഞാൻ സെർച്ച് ചെയ്തിട്ടൊക്കെയാണ് വന്നത് എന്നൊക്കെ പറഞ്ഞ് പോഷ അവിടെ ഇരുന്ന് സംസാരിക്കുന്നുണ്ട്. പോഷാണെങ്കിൽ എന്തോ ഒരു സംഭവം എടുത്തതിൽ കുറച്ചും കൂടെ സ്വീറ്റ് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കുന്നൊക്കെ പറഞ്ഞ് എന്തോ തേച്ചുകൊണ്ട് കേൾക്കുവാണ്. സമയത്ത് കിന്നാണെങ്കിൽ ഒരു ക്ഷമയില്ലാണ്ട് അതിന്ന് പറഞ്ഞെടുത്ത് തിന്നുമ്പോഴേക്കും അടങ്ങിയിരിക്കുക, തേക്കുന്നുണ്ടല്ലേ, ഇത് തേച്ചിട്ടാണ് തിന്നാനെന്ന് പോഷ്. ശരി ശരി കഴിക്കുന്നില്ലെന്ന് കിന്ന്. എന്തായാലും കിന്നെ അവിടുത്തെ ഫുഡ് ഭയങ്കരമായിട്ട് അങ്ങ് ഇഷ്ടപ്പെടുന്നുണ്ട്. അങ്ങനെ പോഷയാണെങ്കിൽ വളവളാന്ന് ഭയങ്കര കാര്യമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് പെട്ടെന്ന് അങ്ങ് ഞെട്ടുവാണ്. എന്തു പറ്റിയെന്ന് കിന്ന് ചോദിക്കുമ്പം ഫോട്ടോ എടുക്കാൻ മറന്നു എന്ന് പോഷയാണെങ്കിൽ വളച്ച് ഫോട്ടോ എടുക്കുന്നുണ്ട്. കിന്നിനെ ആണെങ്കിൽ അതെടുത്ത് പിടിക്കുക ഇതെടുത്ത് പിടിക്കുക, ഇങ്ങനെ കവിളിങ്ങനെ കൈവച്ച് നിൽക്കുക, കവിള് വീർപ്പിച്ച് പിടിക്കുന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് പോസ് ചെയ്യിപ്പിച്ചൊക്കെ ഭയങ്കരമായിട്ട് ഫോട്ടോ എടുത്തോണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ എല്ലാ ടീമിലും കാണും ഇങ്ങനെ ഒരു ഫോട്ടോ മെന്റലായിട്ടുള്ളൊരു ആള്. ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ അവിടെ വെച്ചോളാൻ പോഷ അനുവാദം കൊടുക്കുമ്പോഴേക്കും കിന്നാണെങ്കിൽ അതിൽ നിന്ന് പിന്നെ ഫുഡ് എടുത്ത് തിന്നുവാണ്. നിന്റെ അടുത്തല്ലേ പറഞ്ഞത് തേച്ചിട്ട് വേണം തിന്നാൻ, ഞാൻ തേച്ചിരാന്ന് പറഞ്ഞ പോഷേ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് രണ്ടുപേരും കൂടെ പുറത്തേക്ക് വരുന്ന സമയത്ത് അപ്പോഴും കിന്ന ഒരു ഫുഡ് കഴിച്ചുകൊണ്ടാണ് വരുന്നത്. അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് പോഷയും ചോദിക്കുന്നുണ്ട്. ഇത് നമുക്കൊരു മെമ്മറി ആക്കി വെക്കാന്ന് പറഞ്ഞ് പോഷ ഒരു ക്യാമറ എടുക്കുവാണ്. അതെടുത്തിട്ടാണെങ്കിൽ ഫോട്ടോ എടുക്കുന്നു. ആദ്യം എടുക്കുന്നത് ആണെങ്കിൽ നോക്കുമ്പം കിന്ന കുറച്ച് സ്ട്രെസ്ഡ് ആയിട്ട് എന്താ ചിരിക്കാത്ത കണക്ക് നിൽക്കുവാണ്. പിന്നെ എടുക്കുന്നുണ്ട്. പിന്നെയെന്ന് പറഞ്ഞാൽ ഒരു 10-20 പോസില് ചറപറ എടുത്തോണ്ടിരിക്കാണ്. പിന്നെ നോക്കിയിട്ട് കിന്ന് ചിരിക്കുന്നില്ലെന്ന് പറഞ്ഞ് പിന്നെ ഫോട്ടോ എടുക്കാൻ നിൽക്കുമ്പം കിന്ന് പോഷന്റെ കവിളിലൊരു കിസ്സൊക്കെ കൊടുക്കുന്നുണ്ട്. ഭയങ്കരമായിട്ട് കിസ്സ് എടുത്ത് കളിച്ചോണ്ടിരിക്കാണ്. ഇവിടെ കിമ്മാണെങ്കിൽ നമ്മുടെ മുടിയന്റെ അടുത്തൊരു കാര്യം ഏൽപ്പിക്കുന്നുണ്ട്. വേറെ നല്ല പോഷന്റെ അച്ഛനും അമ്മയും ഒരു ആക്സിഡന്റിലാണല്ലോ മരിച്ചത്. അതൊരു പണക്കാരനാണ് അവരുടെ ആക്സിഡന്റിന് കാരണമായത്. പക്ഷെ ആ ഒരു ഡ്രൈവറെ ഇതുവരേക്കും കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. അപ്പൊ ഇവരുടെ ഫാമിലി ആയിട്ട് ബന്ധപ്പെട്ട ആരെങ്കിലും ആയിരിക്കും ഇത് ചെയ്തത് എന്ന് കിമ്മിന് ഒരു ഡൗട്ട് ഉണ്ട്. പോരാത്തന്നെ മിസ്റ്റർ കോൺ, അതായത് നമ്മുടെ കിന്നിന്റെ അച്ഛനാണെങ്കിൽ പോഷന്റെ അടുത്തൊരു പ്രത്യേക ഇൻട്രസ്റ്റ് കാണിക്കുന്നുണ്ടല്ലോ. അത് അവന്റെ സ്കില്ല് കൊണ്ടാണോ അതോ ക്രേസിനെസ് അതോ വേറെന്തെങ്കിലും കാരണമാണോ എന്ന് അറിയത്തില്ലല്ലോ. അപ്പൊ അതുകൊണ്ടാണോ എന്ന് കൃത്യമായിട്ട് അന്വേഷിക്കാൻ പറയുന്നത്. ഇവിടെ നമ്മുടെ പയ്യന്മാരുടെ ഡേറ്റ് കഴിഞ്ഞിട്ടില്ല. കിന്നിന്റെ അടുത്തേക്ക് പോഷെ എന്തോ ഒരു ഫുഡ് മേടിച്ചിട്ട് വരുന്നുണ്ട്. ആ സമയത്ത് കിന്നത് തുറന്ന് നോക്കുമ്പം അതില് സോസ് ഇല്ല. ഈ കാര്യം പറയുമ്പോഴേക്കും അവരത് വെച്ചില്ലേ എന്ന് പറഞ്ഞാൽ നമ്മുടെ ചെക്കനെ നീറ്റുവാ നിൽക്കാണ്. വേണ്ട നിക്ക് ഇവിടെ ഇരിക്കുന്ന കിന്ന്. അങ്ങനെ രണ്ടുപേരും കൂടെ അത് കഴിക്കുന്ന സമയത്ത് പോഷ പറയുന്നുണ്ട്, സത്യം പറഞ്ഞാല് ഞാൻ ഇങ്ങനെ ഒന്നും അല്ലായിരുന്നു ഉദ്ദേശിച്ചത്. രണ്ടുപേരും കൂടെ ഒരു റിവർ സൈഡിൽ പോയിരുന്ന ഒരു അടിപൊളിയായിട്ടുള്ളൊരു ഡിന്നർ ആയിരുന്നു. പക്ഷെ അവിടെ നിന്ന് ക്ലോസ് ആണെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല എന്ന് പറഞ്ഞ കുറച്ച് വിഷമത്തിലാ പറയുന്നുണ്ട്. പോഷ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഡേറ്റിന് വരുന്നത്. അതുകൊണ്ട് തന്നെ നന്നായിട്ട് സെർച്ച് ചെയ്ത് ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ച് ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഡേറ്റ് ആക്കണം ഇത് എന്ന് പ്രതീക്ഷിച്ച് വന്നതാണ്. പക്ഷെ എല്ലാം കൊളവായി എന്ന് പറഞ്ഞാൽ വിഷമിച്ചിരിക്കുന്ന സമയത്ത് ആര് പറഞ്ഞു എല്ലാം കൊളവായി പോയെന്ന് നമ്മുടെ കിന്ന്. പോഷ ചോദിക്കുന്നുണ്ട്,
എങ്ങനെ ഉണ്ടായിരുന്നു ഡേറ്റ്? ഇങ്ങനെയുള്ളത് നല്ലതായിരുന്നോ അതോ ചീത്തയായിരുന്നോ എന്ന്. പിന്നാണെങ്കിൽ ഭയങ്കരമായിട്ട് സീരിയസ് ആയിട്ട് ഫേസ് കുറച്ചിടം വെച്ചിട്ട് ഭയങ്കരമായിട്ട് ചിരിച്ചോണ്ട് പറയാണ് അടിപൊളിയായിരുന്നെന്ന്. അത് കേൾക്കുമ്പം പോഷയും ഭയങ്കര ഹാപ്പി. അങ്ങനെ ഈ സമയത്ത് നമ്മുടെ ചെക്കനാണെങ്കിൽ പോഷയ്ക്ക് ഒരു ഫോൺ എടുത്തു കൊടുക്കാണ്. അതില് എന്റെ നമ്പർ മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട്. ഇത് ശരിക്കും എനിക്ക് തരാൻ പോവാണോ എന്ന് പോഷേ. അഥവാ നീ എന്നെ മിസ് ചെയ്താലോ എന്താക്കുന്ന കിന്ന്. സത്യം പറഞ്ഞാൽ അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മൊമെന്റ് ആണ്. രണ്ടുപേരും തമ്മിലുള്ള ആ ഒരു കെമിസ്ട്രി വല്ലാണ്ട് അങ്ങ് കെമിസ്ട്രിങ് ആവുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും കൂടെ ഭയങ്കര 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 ഹാപ്പി ആയിട്ട് നടന്നിരുന്ന സമയത്ത് ഹാപ്പി അല്ലെന്നൊക്കെ ചോദിച്ചിങ്ങനെ ഭയങ്കര കമ്പനി ആയിട്ട് സംസാരിച്ചിട്ടാണ്. ആ സമയത്ത് പോഷന്റെ ഫേസ് പെട്ടെന്ന് മാറുന്നുണ്ട്. അവരുടെ ഫ്രണ്ടിലായിട്ട് ഒരാളെ ഭയങ്കര എന്താ ഇവരിങ്ങനെ ഭയങ്കരമായിട്ട് തുറച്ചു നോക്കുന്നതൊക്കെ ഒരാളെ നിൽക്കുന്നുണ്ട്. ഇത് കണ്ടിട്ട് ഇവന്റെ ഫേസ് മാറുന്ന കണ്ടിട്ട് നമ്മളെ കിന്ന് ചോദിക്കുന്നുണ്ട് എന്ത് പറ്റിയെന്ന്. അത് അവിടെ ഒരാള് എന്ന് പറഞ്ഞ് കാണിക്കുമ്പോഴേക്കും അവിടെ ആണെങ്കിൽ ഒരു മനുഷ്യ കുഞ്ഞു പോലും ഇല്ല. അവിടെ ഒരാളെ തുറച്ചു നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. നീ കണ്ടില്ലേ എന്നൊക്കെ പോഷ ചോദിക്കുമ്പം അവിടെ എങ്ങനെ ആളുണ്ടാവാൻ, എവിടെ ഒന്നും ഒരു മനുഷ്യനില്ലെന്നും പറഞ്ഞ് കിന്ന പോഷനെ കൂട്ടിയിട്ട് പോകുന്നുണ്ട്. പക്ഷെ പോഷ അയാളെ കണ്ടതാണ്. പയ്യന്മാരെ വീട്ടിലേക്ക് വരുന്നുണ്ട്. അതും ഭയങ്കര ഹാപ്പി ആയിട്ടാണ് വരുന്നത്. അവിടെ ഒരു സ്ഥലത്ത് ഇങ്ങനെ വെള്ളമൊക്കെ ചാടുന്നുണ്ട്. കാണാൻ തന്നെ ഭയങ്കര ഭംഗിയായിട്ടാണ് ഉള്ളത്. പയ്യന്മാരാണെങ്കിൽ പരസ്പരം ഭയങ്കര റൊമാൻറ്റിക് ആയിട്ട് ഭയങ്കര സ്നേഹത്തിൽ നോക്കിയിരിക്കുന്നുണ്ട്. ബാക്ക്ഗ്രൗണ്ടിലാണെങ്കിൽ അടിപൊളിയായിട്ടുള്ള ഒരു സോങ് നമ്മളെ മെൽറ്റ് ചെയ്ത് കളയും. അമ്മാതിരി അടിപൊളിയായിട്ടുള്ളൊരു സോങ്. പയ്യന്മാരെങ്ങനെ ഭയങ്കര സ്നേഹത്തിൽ കിസ് ചെയ്യാൻ പോകുന്ന സമയത്താണ് ആരോ അങ്ങോട്ടേക്ക് ടോർച്ചടിച്ച് വരുന്ന കാണുന്നത്. സോ ഓടുന്നുണ്ട്. ഓടിയിട്ടൊരു സ്ഥലത്ത് നിന്നിട്ട് ഭയങ്കരമായിട്ട് ചിരിക്കുന്നുണ്ട്. തിരിച്ചങ്ങനെ നോക്കുമ്പം കിസ് ചെയ്യാനുള്ള ടെൻഡൻസി. അങ്ങനെ കിസ് ചെയ്യാൻ പോകുമ്പോഴാണ് പിന്നെയും ടോർച്ചടിച്ച് അങ്ങോട്ടേക്ക് ആരോ വരുന്നത്. അങ്ങനെ രണ്ടുപേരും കൂടെ സ്വിമ്മിംഗ് പൂളിലേക്ക് എടുത്ത് അങ്ങനെ ചാടുവാണ്. അങ്ങനെ അതിൻ്റെ ഉള്ളിൽ നിന്നാണൊന്ന് കിസ് ചെയ്യുന്നത്. പക്ഷെ എനിക്കൊരു സംശയം, ഈ ഒന്നാമത് നമ്മൾ വെള്ളത്തിൽ നിൽക്കുന്ന സമയത്ത് ശ്വാസം കിട്ടത്തില്ലല്ലോ. കിസ് ചെയ്യുമ്പോഴും ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടാണ്. അങ്ങനെയുള്ളപ്പോൾ ഇത് രണ്ടും കൂടെ ഒരുമിച്ച് ചെയ്യുമ്പം ഭയങ്കരമായിട്ട് ശ്വാസം വിട്ടൂലേ? ആർക്കെങ്കിലും അറിയാമെങ്കിലും ഒന്ന് കമന്റ് ചെയ്തേക്ക്. എനിക്ക് പിന്നെ നീന്താൻ അറിയാത്തതുകൊണ്ട് ഞാൻ ഒരിക്കലും വെള്ളത്തിന്റെ ഉള്ളിൽ പോയിട്ട് കിസ് ചെയ്യാൻ പോകുന്നില്ല. അപ്പോൾ അതൊന്ന് ജസ്റ്റ് അറിയാൻ വേണ്ടിയിട്ടാണ്. ഒക്കെ അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേക്ക്. ബാക്കി അറിയാത്തവർക്കും കൂടെ അറിയാമല്ലോ. പിറ്റേന്ന് ബ്രേക്കിന്റെ സമയത്ത് പീറ്റും പോഷയും കൂടെ നിന്ന് സിഗരറ്റ് വലിച്ചുകൊണ്ടിരിക്കാണ്. പക്ഷെ പോഷയാണെങ്കിൽ പെട്ടെന്ന് അത് താഴേക്ക് ഇട്ടിട്ട് ഞാനിത് നിർത്തുവാണെന്ന് പറയാണ്. നീയാ നിർത്തുന്നെന്നാ എന്തുവാടേ പറയുന്നേന്ന് പീറ്റ് ചോദിക്കുമ്പം എടാ ഞാനൊരു പുതിയ ലൈഫ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്, സോ നിർത്താൻ പോവാണെന്ന് പോഷെ. അങ്ങനെ സംസാരിച്ചിരിക്കുമ്പോഴാണ് ശ്രദ്ധിക്കുന്നത് ബ്രേക്കിന്റെ ടൈം കഴിഞ്ഞു എന്ന്. ബാ പോവാന്നും പറഞ്ഞ് പീറ്റ് നിൽക്കുമ്പം നീ പൊക്കോ ഞാൻ ഇപ്പൊ വരാമെന്നും പറഞ്ഞ് പോഷെ ശരി എന്നും പറഞ്ഞ് പീറ്റും പോകുന്നുണ്ട്. പോഷെ കിന്ന് കൊടുത്ത ഫോൺ എടുത്ത് നേരെ കിന്നെ വിളിക്കാണ്. ഒരു മിസ് കോളൊക്കെ കണ്ടായിരുന്നല്ലോ, എന്തിനാ വിളിച്ചതെന്ന് ചോദിക്കുമ്പം ഞാൻ നിന്നെ ഭയങ്കരമായിട്ട് മിസ് ചെയ്തു, അതുകൊണ്ടാണ് വിളിച്ചത്, എനിക്കൊരു ഫോട്ടോ ഇട്ടതാന്നും പറഞ്ഞാൽ ചോദിക്കാണ്. പറയുന്ന കേട്ടാ തോന്നും നമ്മൾ കാലങ്ങളായിട്ട് കണ്ടിട്ടില്ലെന്ന് പറഞ്ഞ് പോഷെ അതും ഫോട്ടോ ആണെങ്കിൽ കിന്നിന് വേണ്ടത് ഷർട്ട് ഇടാത്ത വേണമെന്നാണ് പറയുന്നത്. അങ്ങനെ രണ്ടുപേരും കൂടെ കൊഞ്ച് സംസാരിച്ച് കോൾ അറ്റയുന്നുണ്ട്. എന്നിട്ട് എന്തായാലും ബോയ് ഫ്രണ്ട് ചോദിച്ചല്ലേ ഒരു ഫോട്ടോ എടുത്തിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ക്യാമറ ഓണാക്കി നിൽക്കുന്ന സമയത്ത് അവിടെ ബേക്കിലായിട്ട് ഒരാൾ നിൽക്കുന്നതായിട്ട് കാണുവാണ്. അത് ഇന്നലെ കണ്ട അതേ ആൾ തന്നെയാണ് ഭയങ്കരമായിട്ട് തുറച്ചു നോക്കിയിട്ടാണ് നിൽക്കുന്നത്. എന്ന് പറഞ്ഞ് ഇവൻ സംസാരിക്കാൻ പോകുമ്പോഴേക്കും അങ്ങോട്ടേക്ക് പീറ്റ് വരികയാണ്. അയാളെ പീറ്റിനെ കാണിച്ചു കൊടുക്കാൻ നോക്കുമ്പോഴേക്കും അയാളെ ആണെങ്കിൽ അവിടെ കാണുന്നില്ല. നൈറ്റ് പോഷയും പീറ്റും കൂടി ഇരിക്കുന്ന സമയത്ത് അപ്പോഴും അവൻ പറയുന്നുണ്ട് ശരിക്കും അവിടെ ഒരാളുണ്ടായിരുന്നു, നീ വിശ്വസിച്ചാലും ഇല്ലേലും അങ്ങനെ ഒരാൾ അവിടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ സംസാരിക്കുന്നുണ്ട്. മുടി ഷോർട്ടാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് കാണാൻ എങ്ങനെയാണെന്ന് ഏകദേശം പറയുന്നുണ്ട്. ജസ്റ്റ് പറയാൻ മാത്രമല്ല ആ പറഞ്ഞു തരുന്ന ഒരു ടൈം കൊണ്ട് തന്നെ പോഷ ഒരു ചിത്രം വരയ്ക്കുന്നുണ്ട്. അത് കാണിച്ചു കൊടുക്കുമ്പോഴാണെങ്കിൽ പീറ്റിന് പാവം വല്ലാത്തൊരവസ്ഥയിലാണ് നിൽക്കുന്നത്. ഒരുമാതിരി കാർട്ടൂൺ ക്യാരക്ടറെ പോലെയാണ് വരച്ചു വെച്ചിരിക്കുന്നത്. ഇത് കണ്ടിട്ടൊക്കെ എങ്ങനെ മനസ്സിലാക്കാന്? എന്തായാലും പോഷയ്ക്ക് ചിത്രം വരയ്ക്കുന്നതിൽ നല്ല കഴിവുണ്ട്. പ്രത്യേകിച്ച് കാർട്ടൂൺ ക്യാരക്ടേഴ്സിനെ വരയ്ക്കാം നല്ല കഴിവുണ്ട്. ഇനിയിപ്പോൾ കിന്നിനെ കൊല്ലാൻ വല്ലതും വന്ന ആളായിരിക്കുമോ എന്നാണ് പീറ്റിന്റെ സംശയം. പക്ഷെ അങ്ങനെയൊന്നും തോന്നുന്നില്ല, അയാളെ കുറച്ച് പൊളൈറ്റ് ആയിട്ടാണ് തോന്നുന്നത്. കൊല്ലാനൊന്നും അല്ലായിരിക്കുന്നതാണ് പോഷ പറയുന്നത്. അപ്പൊ പീറ്റിന് ഒരു സംശയം, എന്നാ പിന്നെ ഇനിയിപ്പം കിന്ന് പറ്റിച്ച ഏതെങ്കിലും പയ്യന്മാരായിരിക്കോ എന്ന്. അങ്ങനെയൊന്നും ആയിരിക്കില്ലെന്ന് പോഷേ. ഇല്ല എനിക്കങ്ങനെ തോന്നുന്നത്, അങ്ങനെ കുറെ പേരെ പറ്റിച്ചിട്ടുണ്ടല്ലോ എന്നൊക്കെയാണ് പീറ്റ പറയുന്നത്. അങ്ങനെയുള്ളവരെ വെറുതെ വിടില്ല എന്നുള്ള രീതിക്ക്. ഓഹോ എന്നാ പിന്നെ ഞാൻ പോയി ചോദിച്ചിട്ടിരാന്ന് പറഞ്ഞ് പോഷ എണീറ്റ് വന്നിക്കാണ്. നീ ഇതെങ്ങോട്ടാ പോകുന്നത്? അത് കിന്നിന്റെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യമാണ്, അങ്ങനെ ഇനൊന്നും പറയത്തില്ലെന്ന് പീറ്റ്. അതെങ്ങനെ എൻ്റെ അടുത്ത് പറയാതിരിക്കാന്നുള്ള രീതിക്ക് പോഷ പറയാൻ വരുന്നുണ്ട്. പിന്നെയാണ് ഇവൻ അറിയില്ലല്ലോ എന്നുള്ള കാര്യം ആലോചിക്കുന്നത്. അപ്പൊ പിന്നെ എന്താ ചെയ്യാ, നീ എന്തെങ്കിലും ഒരു വഴി വരാന്ന് പോഷ തന്നെ പീറ്റിന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്. അത് വേറൊന്നും ചെയ്യേണ്ട കാര്യമില്ല, കിന്നിൻ്റെ അടുത്ത് ഒരു പേഴ്സണൽ ആയിട്ടുള്ള ഒരു ഫോൺ ഉണ്ട്. അതിൽ പൊതുവേ ഇങ്ങനത്തെ ഏജൻസിനെ പയ്യന്മാരെ ഇങ്ങനെ വിടുന്ന ഏജൻസിന്റെ നമ്പറാണ് ഉള്ളത്. വന്ന ആൾ ആരാണെന്ന് നമുക്ക് മനസ്സിലാക്കാന്നും പറഞ്ഞ് പീറ്റ്. നല്ല ഐഡിയ ആണ്, ശരി അതെവിടെ ഇരിക്കുന്നേന്ന് പോഷെ. അങ്ങനെ പോഷയും പീറ്റും കൂടെ ഒളിച്ച് കടന്നു വന്ന് കിന്നിന്റെ റൂമിന്റെ മുന്നിൽ നിൽക്കുകയാണ്. അവിടെ ഇരുന്നിട്ട് ഓസ്ട്രിച്ച് നീ അകത്ത് വെക്കോ, ടൈലർ ബേർഡ് ഇവിടെ ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് നോക്കി നിൽക്കാന്ന് പറയാണ്.
നമ്മൾ രണ്ട് മാത്രല്ലേ ഇവിടെ ഉള്ളൂ, പിന്നെ നീ എന്തിനാ ഈ സീക്രട്ട് നെയിംസ് ഒക്കെ ഉപയോഗിക്കുന്നേന്ന് പോഷേ എടാ പോടാന്നും പറഞ്ഞ് പീറ്റർ പറഞ്ഞു വിടുന്നുണ്ട്. അങ്ങനെ പോഷ അകത്ത് വിട്ട് തപ്പുന്ന സമയത്ത് ഒരു ഫോട്ടോന്റെ അവിടെ ആയിട്ട് ഫോൺ ഇരിപ്പുണ്ട്. അങ്ങനെ അതാണെങ്കിൽ താഴെ വീണും പോവാണ്. ഇവനത് മൈൻഡാക്കാണ്ട് ഫോൺ നോക്കുന്ന സമയത്താണെങ്കിൽ ഒരുപാട് പയ്യന്മാരുടെ ലിസ്റ്റ് ഉണ്ട്. എടേ നീ സെലിബ്രിറ്റീൻ്റെ കൂടെ വരെ കടന്നിട്ടുണ്ടോ എന്ന് പറഞ്ഞ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഭയങ്കര കാര്യമായിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് കിന്നെ വരുന്നുണ്ട്. ടൈലർ ബേർഡ് ഇവിടെ നിന്ന് ഓടുവാണെന്ന് പറഞ്ഞിട്ട് പീറ്റാണെങ്കിൽ അവിടെ എസ്കേപ്പ് ആവുന്നുണ്ട്. എടേന്നും പറഞ്ഞ് ഇവനാണെങ്കിൽ തിരക്ക് പിടിച്ച ആ ഒരു ഫോണും ഫോട്ടോയും കൂടെ കറക്റ്റായിട്ട് ഇരുന്ന പോലെ തന്നെ എടുത്തു വെക്കുന്നുണ്ട്. പെട്ടെന്ന് ആ ഒരു ഭിത്തിയിലേക്ക് ചാരി വെക്കുന്നുണ്ട്. കിന്നിനാണെങ്കിലും അകത്തേക്ക് വരുമ്പോൾ മനസ്സിലാവുന്നുണ്ട് ഇവിടെ ആരോ ഉണ്ട് എന്ന്. ആള് ഗണ്ണൊക്കെ എടുത്ത് ഇങ്ങനെ ചൂണ്ടി വരുന്ന സമയത്ത് സർപ്രൈസ് എന്ന് പറഞ്ഞ് പോഷേ ഞാൻ നിന്നെ മിസ് ചെയ്തു എന്നങ്ങ് പറയാണ്. നീയാണെങ്കിൽ ഈ ഗണ്ണല്ല വേറെ ഗണ്ണ ഉപയോഗിക്കേണ്ടത് എന്ന് കിന്നിന് അവന്റെ ഗണ്ണിന്റെ വില കുറച്ച് കോൺഫിഡൻസ് കൂടുതലുണ്ട്. അങ്ങനെ പിന്നെ അടുത്ത സീനിൽ കാണുന്നത് പോഷെ ഡ്രസ്സൊക്കെ ശരിയാക്കിക്കൊണ്ട് ഭയങ്കര ക്ഷീണിച്ച് പീറ്റിന്റെയും അവന്റെ റൂമിലേക്ക് വരുന്നതാണ്. എടാ ഇന്നും പണിഷ്മെന്റ് കിട്ടിയോ, ഭയങ്കരമായിട്ട് പണിഷ്മെന്റ് കിട്ടിയെന്ന് തോന്നല്ലോ എന്ന് ചോദിക്കാണ്. അത് ഭയങ്കര റഫായിരുന്നെന്ന് പോഷെ പറയുന്നുണ്ട്. അവൻ ഏത് റഫാണ് ഉദ്ദേശിക്കുന്നതെന്ന് നമുക്കറിയാലോ. പീറ്റാണെങ്കിലോ പാവം ഭയങ്കര വിഷമത്തില്. എടാ അത് നിന്നെ കണ്ടാൽ തന്നെ അറിയാം, നിന്റെ കഴുത്തിലൊക്കെ നോക്കിയാൽ ഇങ്ങനെ ചുമന്നോന്ന് നടക്കുന്നത്. ഇനി അടുത്ത പ്രാവശ്യം ഉണ്ടല്ലോ നീ ഇങ്ങനെ എന്തെങ്കിലും പണിഷ്മെന്റ് ഒക്കെ മേടിക്കുകയാണെങ്കിൽ കഴുത്തുകൊണ്ട് തടയരുത്, കൈ കൊണ്ട് വേണം തടയാൻ. കഴുത്തുകൊണ്ട് തടഞ്ഞാലേ നിന്റെ കഴുത്ത് കുടിഞ്ഞു എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഉപദേശിക്കുകയും കൂടെ ചെയ്യണം. കൈ കൊണ്ട് ഇങ്ങനെയാണ് ആക്കാൻ എന്നൊക്കെ പറഞ്ഞാൽ കൈ കൊണ്ട് തടയുന്ന പോലെയൊക്കെ കാണിക്കുന്നുണ്ട്. പോഷയാണെങ്കിൽ എന്തുവാ ഞാനിതിന് റെസ്പോണ്ട് ചെയ്യേണ്ടേ എന്നുള്ള ഒരു അവസ്ഥയിലാണ് ഇരിക്കുന്നത്. എന്നാലും കൈ കൊണ്ട് വെറുതെ ഇങ്ങനെ കാണിക്കുന്നൊക്കെ ഉണ്ട്. ഓക്കെ എന്നുള്ള രീതിക്ക് പാവം നമ്മുടെ പീറ്റ്. പിന്നെ ഞാൻ ഫോണിൽ നോക്കിയപ്പം അയാളെ കണ്ടില്ല. പക്ഷേ ആ ഒരു ഫോട്ടോ ഫ്രെയിമിന്റെ ബേക്കിന്ന് ഈ ഒരു ഫോട്ടോ കിട്ടിയെന്ന് പറഞ്ഞിട്ട് പോഷെ ഒരു ഫോട്ടോ പീറ്റിന്റെ അടുത്തേക്ക് കൊടുക്കുന്നുണ്ട്. അത് നോക്കിയിട്ട് ഇയാളെ തന്നെയാണ് നീ കണ്ടത് ഉറപ്പാണോ എന്ന് പീറ്റ് അതേന്ന് ഉറപ്പിച്ച് പോഷെ പറയുന്നുണ്ട്. എടാ ഇത് കിന്നിന്റെ എക്സ് ആണ്, ധവാനാണെന്ന് പീറ്റ് പറയുമ്പം പോഷെ കുറച്ചൊന്ന് ആലോചിച്ചിരിപ്പുണ്ട്. അടുത്ത ദിവസം ഒരു മങ്കിന്റെ അടുത്തേക്ക് പോവാണ്. മങ്കാണെങ്കിൽ വന്നിട്ട് നിന്റെ അടുത്ത് നിന്ന് ആ ഒരു പേഴ്സൺ എവിടെ പോയെന്ന് ചോദിക്കാണ്. എന്റെ പൊന്നു മങ്കയെ പേടിപ്പിക്കാതെ, അല്ലെങ്കിൽ തന്നെ ഞാനിത് പേടിച്ചിട്ടാണ് ഇവിടെ വന്നത്, ഇത് പറഞ്ഞ് പേടിപ്പിക്കാതെ എന്ന് പറഞ്ഞ് എൻ്റെ എക്സിന്റെ ലവർ ഉണ്ടായിരുന്നു, ആ മരിച്ചാണ്, അയാളുടെ പ്രേതം എന്നെ ഹോണ്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞ് പറയുവാണ്. എന്തെങ്കിലും മന്ത്ര തകിടോ അല്ലെങ്കിൽ ഹോളി വാട്ടറോ ഹോളി റൈസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് ചോദിക്കുകയാണ് ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട്. അതിൻ്റെ അടുത്ത് അതൊന്നുമില്ല, പക്ഷെ വേറൊരു സംഭവം ഉണ്ട് എന്ന് മങ്ക് അതും വർക്കാവുന്ന പറയുന്നുണ്ട്. എന്തുവാണോ എന്തോ സാധനം. ഇവിടെ കിമ്മിന്റെ അടുത്തേക്ക് പോഷെ വരാണ്. എന്താ ഞാൻ വിളിച്ചിട്ട് ഫോൺ എടുക്കാത്തേന്ന് പോർച്ചെ ചോദിക്കുന്നുണ്ട്. അത് പിന്നെ ഞാൻ സോങ്ങിന്റെ കാര്യത്തിൽ ഒരു പുതിയ സോങ് എടുക്കുന്നുണ്ട്, അപ്പൊ അതിന്റെ കാര്യത്തിൽ എന്ന് പറഞ്ഞാൽ തുടങ്ങുമ്പോഴേക്കും എനിക്ക് തോന്നിയായിരുന്നു ഞാൻ നിങ്ങളുടെ ഫ്രണ്ടിന്റെ അടുത്ത് ചോദിച്ചിട്ടാണ് അഡ്രസ്സ് കണ്ടുപിടിച്ച് ഇങ്ങനെ വന്നത് എന്നൊക്കെ കുറച്ച് ഭയങ്കര കാര്യമായിട്ട് പറയുന്നുണ്ട്. പിന്നെ എൻ്റെ അടുത്ത് എഴുതാൻ പറഞ്ഞ ആ ഒരു ലവ് സോങ് ഞാൻ എഴുതി തീർത്തിട്ടുണ്ട്, വായിക്കട്ടെ എന്ന് പറഞ്ഞ് തുടങ്ങുമ്പോഴേക്കും അത് പിന്നെ എനിക്ക് ഒന്ന് പോയിട്ട് അത്യാവശ്യം ഉണ്ടെന്ന് പറഞ്ഞ് തുടങ്ങുമ്പോഴേക്കും പ്ലീസ് വെയിറ്റ് ഒരു സെക്കൻഡ്, പാട്ടിപ്പം തീരും, പെട്ടെന്ന് തന്നെ പോവാന്ന് പറഞ്ഞ് പോഷെ ഗിറ്റാർ എടുക്കുകയാണ്. അപ്പോഴാണ് ശ്രദ്ധിക്കുന്നത് സ്ട്രാപ്പ് കൊണ്ടുവന്നിട്ടില്ലെന്ന്. അതൊന്നും കുഴപ്പമില്ലെന്ന് പറഞ്ഞാൽ അവന്റെ കാലിൽ തന്നെ വെച്ചിട്ട് അത് വായിക്കുന്നുണ്ട്. പോർച്ചന്റെ ലവ് കിമ്മാണല്ലോ, അപ്പൊ അതിനെ കുറിച്ചാണ് എഴുതിയിരിക്കുന്നത്. ആ ഒരു ഫീലിങ്സിനെ കുറിച്ച്, അത് തന്നെ കുറിച്ചാണെന്ന് കിമ്മിന് നന്നായിട്ട് തന്നെ അറിയാലോ. ആസ്വദിച്ച് തന്നെയാണ് കേൾക്കുന്നത്. ശരിക്കും അടിപൊളിയായിട്ടുള്ള സോങ് ആണ്. അത് കിമ്മിനങ്ങ് ഇഷ്ടപ്പെടുന്നുണ്ട്. പോർച്ചയാണെങ്കിൽ അത് വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സെക്യൂരിറ്റി വന്നിട്ട് ഇവിടെ ഇങ്ങനെ ഒച്ചപ്പാടൊന്നും ഉണ്ടാക്കാൻ പാടില്ലെന്ന് പറയുമ്പോഴേക്കും ഒരു സെക്കൻഡ് നിന്ന് പോർച്ചെ സാറിയില്ല എന്നുള്ള രീതിക്ക് കിം പറയുമ്പം അയാൾ അവിടെ നിന്ന് പോകുന്നുണ്ട്. പോർച്ചെ അങ്ങനെ ബാക്കി പാട്ടും കൂടെ പാടിയിട്ട് അതങ്ങ് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. ശരിക്കും അടിപൊളിയായിട്ടുള്ളൊരു സോങ് ആണ്, നന്നായിട്ടുണ്ട് എന്നുള്ള രീതിക്ക് കിമ്മും തലയാട്ടുന്നുണ്ട്. പോർച്ചയാണെങ്കിൽ ആ ഒരു പാട്ട് പാടി അപ്പാടെ തന്നെ ഇത് കഴിഞ്ഞു എന്ന് പറഞ്ഞ് അവിടെ നിന്ന് അങ്ങ് പോവാണ്. ഒരു ശല്യമില്ല, ജസ്റ്റ് അതും പറഞ്ഞിട്ട് ഒരു ടാറ്റയും പറഞ്ഞ് അവിടെ നിന്ന് അങ്ങ് പോവാണ്. കുറച്ച് പോയി കഴിയുമ്പം കിമ്മ കുറച്ച് വിഷമത്തോടെയാണ് അവിടെ നിൽക്കുന്നത്. വിഷമം എന്ന് പറഞ്ഞ ഒരു ഗിൽറ്റി അവന്റെ ഫേസിൽ കാണാൻ പറ്റും. നൈറ്റ് ആയിട്ടുണ്ട്. പോഷയാണെങ്കിൽ കുറച്ചിങ്ങനെ പേടിച്ചാണ് നിൽക്കുന്നത്. ആൾക്ക് പ്രേതത്തെ ഭയങ്കര പേടിയാണ്. അതുകൊണ്ട് പീറ്റ് ആണെങ്കിൽ ഫ്രിഡ്ജും തുറന്നു വെച്ച് കളകളായത് എന്തൊക്കെയോ ഒച്ച ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനാണ് അവരുടെ ഒച്ച ഉണ്ടാക്കുന്നതെന്ന് ചോദിക്കുമ്പം ഭയങ്കര ചൂടാണ്, തണുക്കാൻ വേണ്ടിയിട്ടാണെന്ന് പീറ്റ്. ഇന്ന് നൈറ്റ് നിനക്ക് എന്താ പരിപാടി എന്ന് ചോദിക്കുമ്പം വേറെന്താ, തനിക്കിൻ്റെ കൂടെ രാവിലെ വരെ മൂവീസ് കാണലാണെന്ന് പീറ്റ്. ഞാനും കൂടെ വരട്ടെ എന്ന് പോഷെ. തനിക്കിൻ്റെ കൂടെ മൂവീസ് കാണുന്നത് നിനക്ക് ഇഷ്ടമല്ലെന്നല്ലേ പറഞ്ഞത് എന്ന് പീറ്റ്. അതൊക്കെ ആര് പറഞ്ഞു, അങ്ങനെയൊന്നും ഇല്ലെന്ന് പോഷെ. അവനാണെങ്കിൽ പ്രേതത്തെ പേടി. അങ്ങനെ പീറ്ററിന് പോകുമ്പം പുറകെ തന്നെ പോകുന്നുണ്ട്. അവിടെ പോയിട്ടാണെങ്കിൽ അതിലും കഷ്ടം പ്രേത സിനിമയാണ് വെച്ചുകൊണ്ടിരിക്കുന്നത്. പോഷെ തന്നെ പേടിച്ച് പുതപ്പും ചുറ്റിരിക്കുന്ന സമയത്ത് പീറ്റാണെങ്കിൽ എടാ നിന്റെ അടുത്ത് ഞാൻ പറഞ്ഞതല്ലേ പ്രേതത്തിന്റെ കോസ്റ്റ്യൂം ഇട്ടിട്ട് വരാൻ, ഇപ്പൊ നീ ആയില്ലേ ഇവിടുത്തെ ബ്ലാക്ക് ഷീപ്പ് എന്ന് പറയുവാണ്. മണ്ടയ്ക്ക് ഒരെണ്ണം കൊടുക്കുന്നുണ്ട്. പോഷയ്ക്കാണെങ്കിൽ പേടിച്ചിട്ട് വേല. അല്ല തൻകുൻ, നമുക്ക് വേറെ സിനിമ ഒന്നും ഇല്ലേ എന്ന് ചോദിക്കാണ്. ഇല്ലില്ല, ഇന്ന് നമ്മുടെ ഹൊറർ നൈറ്റ് ആണ്, രാവിലെ വരെ ഇത് തന്നെയാണ് പരിപാടി എന്ന് തൻകുൻ. അയ്യോ, എന്നാ പിന്നെ നമുക്ക്
കുറച്ച് ഫ്രണ്ട്ലി ആയിട്ട് വല്ല കോസ്റ്റിനെ വെച്ച് കണ്ടാലോ എന്ന് പോഷെ. ഇല്ല അതൊന്നും പറ്റത്തില്ല, മിണ്ടാരിയടാന്ന് തൻകുൻ ഇപ്പൊ പ്രേതം വരുന്ന പറയാണ്. എന്നിട്ട് ഭയങ്കര സീരിയസ് ആയിട്ട് അവരത് നോക്കിയേക്കുമ്പം പോഷാണെങ്കിൽ ഇപ്പുറത്തേക്ക് അറിയാതെ നോക്കുകയാണ്. അവളാണെങ്കിൽ എന്തോ കണ്ടിട്ട് പേടിക്കുന്നുണ്ട്. ഇങ്ങോട്ട് നോക്കുന്നുള്ള രീതിക്ക് പേടിച്ച് തൻകുനെ വിളിച്ചോണ്ടിരിക്കാണ്. നോക്കുമ്പോണ്ട് അങ്ങോട്ടേക്ക് പുതപ്പൊക്കെ മൂടിയിട്ട് പ്രേതത്തെ കണക്ക് ഒരാൾ വരുന്നു. പോഷയാണെങ്കിൽ പേടിച്ച് അലറി വിളിച്ച് കൂവി ഒരു വഴിയാവുന്നുണ്ട്. പക്ഷെ എന്നിട്ട് അവൻ പ്രേതത്തിന് ഒരു ചവിട്ട് കൊടുക്കുന്നുണ്ട്. എടാ എന്തിനാണ് എന്നെ ചവിട്ട് ചെയ്തതെന്ന് ആ പയ്യൻ ചോദിക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് അത് ഇവരുടെ കൂട്ടത്തിൽ തന്നെയുള്ള ആളാണെന്ന്. നീ എന്തിനാണ് ഫുള്ള് കവർ ചെയ്തിട്ട് വന്നത്, ഞങ്ങളും പേടിച്ചോയല്ലോ എന്ന് തൻകുൻ. അവനവിടെ പേരിക്കുന്നുണ്ട്. നിനക്കൊന്നും പോപ്കോൺ എടുത്തിട്ട് വരാനേ പാടില്ലായിരുന്നു എന്നും പറഞ്ഞു. അങ്ങനെ വീണ്ടും സിനിമ കാണാൻ വേണ്ടി തുടങ്ങാണ്. ഈ സമയത്ത് പോഷയാണെങ്കിൽ വെറുതെ ഇരുന്ന് കാറ് കൂവിക്കൊണ്ടിരിക്കാണ്. ജസ്റ്റ് ആ പെണ്ണൊന്ന് തിരിഞ്ഞാല് അതാക്കിയാലും ഇതാക്കിയാലെന്ന് പറഞ്ഞാൽ വെറുതെ ഇറന്ന് കീറിക്കൊണ്ടിരിക്കുകയാണ്. 2 പ്രാവശ്യം നമ്മുടെ തൻകുൻ ക്ഷമിച്ചു. 3ാമത്തെ പ്രാവശ്യം ആണെങ്കിൽ ഇവൻ ജസ്റ്റ് ഒരു പൂച്ച ചാടുമ്പോഴേക്കും അങ്ങ് ചാവുന്നാണ് കാണാൻ അലറിക്കൊണ്ടിരിക്കുന്നത്. അപ്പാടെ തന്നെ തൻകുൻ പോഷനെ ബെഡിൽ നിന്ന് ചവിട്ടി താഴെഴുന്നുണ്ട്. റൂമിനെ പുറത്തു ആക്കുന്നു. പോഷയ്ക്കാണെങ്കിൽ പേടിച്ചിട്ട് അല്ല തൻകുൻ ഡോറൂർക്ക് എന്ന് പറഞ്ഞ് കുറെ അവിടെ നിൽക്കുന്നത് കീറുന്നുണ്ട്. പിന്നെ പതിയെ റൂമിലേക്ക് പോവാണ്. അവിടെയാണെങ്കിൽ മൊത്തത്തിൽ ഇരുട്ടായിട്ടൊരു ഹൊറർ വൈബാണ്. പേടിച്ച് സോഫയിലേക്ക് പോയിരിക്കുമ്പോഴാണെങ്കിൽ ടി വിയിലുണ്ട് പ്രേതം. അകപ്പട പേടിച്ച് കാറ് കൂവി ഒരു വഴിയായിട്ട് അതൊന്ന് ഓഫാക്കി വെക്കുമ്പോഴുണ്ട് ബൾബ് എരിഞ്ഞിരിഞ്ഞ് കത്തുവാണ്. ബൾബ് മിന്നി കത്തുന്നേം പോരാണ്ട് ഒരു പ്രത്യേക സൗണ്ട് കൂടെ കേൾക്കുന്നു. കുട്ടിക്കാണെങ്കിൽ പേടിച്ചിട്ട് വേല ഒരു വഴിയാവുന്നുണ്ട്. പിന്നെ വേറെ വഴിയൊന്നും ഇല്ലാത്തതുകൊണ്ട് കിന്നിന്ന് വിളിക്കുന്നുണ്ട്. ഞാനിവിടെ ഒറ്റയ്ക്കാണ്, ഇന്ന് ഡ്രസ്സും അധികം ഇട്ടിട്ടൊന്നുമില്ല, എന്തെങ്കിലും പുതിയതായിട്ട് ട്രൈ ചെയ്യണമെങ്കിൽ ഇങ്ങ് പോരേന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട്. കിന്നാണെങ്കിൽ അങ്ങ് കോള് കിട്ടിയാണ്, പ്രത്യേകിച്ച് ഒന്നും പറയുന്ന പോലും ഇല്ല. പോഷിക്കാണെങ്കിൽ പേടിച്ചിട്ട് മേല. അങ്ങനെ നേരെ നോക്കുമ്പോണ്ട് ടി വിയിലാണെങ്കിൽ പ്രേതം പിന്നെയും. ചെക്കനാണെങ്കിൽ പേടിച്ച് ഇല്ലാണ്ടായി പോകുന്നുണ്ട്. അങ്ങനെ ഭയങ്കരമായിട്ട് പേടിച്ച് വരച്ചിരിക്കുന്ന സമയത്താണ് ആരോ പതിയെ അവന്റെ പേര് വിളിക്കുന്നത്. മതിയല്ലോ, തീർന്ന്, കുട്ടീന്റെ കഥയെ തീർന്ന്. ഇവനെയാണെങ്കിൽ പിന്നെയും പതിയെ പോഷേന്ന് വിളിച്ചോണ്ടിരിക്കാണ്. ചെക്കനാണെങ്കിൽ പേടിച്ച് ജീവനില്ലാത്ത അവസ്ഥയിലാണ് നിൽക്കുന്നത്. പെട്ടെന്ന് അവിടെയുള്ള ഒരു സാധനം എടുക്കുന്നുണ്ട്. അതാണെങ്കിൽ നമ്മുടെ മങ്ക് പോഷേന്റെ അടുത്ത് കൊടുത്ത സാധനമാണ്. അതിന്റെ രൂപമാണെങ്കിൽ ഇങ്ങനെ, അതുപോലെ മൈൻഡാക്കാണ്ട് അവനാണെങ്കിൽ കയ്യിലെടുത്ത് പിടിക്കുന്നുണ്ട്. അങ്ങനൊരു ധൈര്യമൊക്കെ വരുവിപ്പിച്ച് നേരെ അങ്ങ് നടന്നു പോവാണ് ഡോർ തുറക്കാൻ വേണ്ടിയിട്ട്. ഡോറ് തുറന്നതും ആ സാധനം വെച്ചിട്ട് ഒറ്റ ഏറാണ്. അതാണെങ്കിൽ നമ്മുടെ കിന്നായിരുന്നു. പക്ഷെ ഭാഗ്യത്തിന് പോഷ എറിയുമ്പോഴേക്കും കിന്ന് കുനിയുന്നുണ്ട്. പക്ഷെ എണീക്കുമ്പം അതവന്റെ വായിലാണുള്ളത്. എന്തുവാണ് നീ കാണിക്കുന്നത്, നിനക്ക് എന്തിന്റെ കേടാന്ന് പറഞ്ഞ് ചോദിക്കുന്നുണ്ട്. അങ്ങനെ അടുത്ത സീനില് രണ്ടുപേരും കൂടെ ഡ്രിങ്ക്സ് കഴിച്ചോണ്ടിരിക്കാണ്. അപ്പൊ നീ ശരിക്കും അവനെ കണ്ടു എന്നാണോ പറയുന്നത് എന്ന് കിന്ന്. ആ ശരിക്കും കണ്ടു, എനിക്ക് തോന്നുന്നു നമ്മൾ രണ്ട് ഇഷ്ടപ്പെടുന്നതിൽ അവന് ജലസായിരിക്കുന്നത്, അതുകൊണ്ടാണ് എന്നെ ഇങ്ങനെ ഹോണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എഫർട്ട് പോയല്ലോ വന്ന് ഹോണ്ട് ചെയ്യാണെന്നൊക്കെ പറഞ്ഞ് പോഷേ. അവൻ ജലസാവുന്നൊന്നും എനിക്ക് തോന്നുന്നില്ലെന്ന് കിന്ന്. എന്താണ് ശരിക്കും നടന്നത് എന്ന് പറയുന്നുണ്ട്. കോളേജിൽ പഠിക്കുന്ന സമയത്തായിരുന്നു അവർ തമ്മിൽ ഇഷ്ടത്തിലായത്. കിന്നനാണെങ്കിൽ ധവാൻ ഇഷ്ടപ്പെടാതിരിക്കാന്നുള്ള ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കാൻ പോലും പറ്റില്ലായിരുന്നു. അത്രത്തോളം ഇഷ്ടമായിരുന്നു. ഒരു സാധാരണ കപ്പിളിനെ പോലെ തന്നെയായിരുന്നു അവരുണ്ടായിരുന്നത്. പക്ഷെ പിന്നീട് ഇവര് ഒരുമിച്ച് ഈ ഫാമിലിയിലേക്ക് വന്ന സമയത്താണ് ഇവന് മനസ്സിലായത് ധവാൻ ഈ ഫാമിലിന്റെ ഡീറ്റെയിൽസ് ഇറ്റലിക്കാർക്ക് കൊടുക്കുന്നുണ്ടെന്ന്. അതറിഞ്ഞിട്ട് ഭയങ്കര വിഷമത്തില് കിന്നാണെങ്കിൽ ധവാനെ വെടിവെക്കുകയും ചെയ്തു. സത്യം പറഞ്ഞാൽ അതിനുശേഷം അവനെ കൊണ്ട് ആരെയും വിശ്വസിക്കാൻ പോലും പറ്റിയിട്ടില്ല. ധവാൻ കിന്നിനെ ഒരു പ്രാവശ്യം പോലും ഒരു കുറച്ചുപോലും ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നാണ് കിന്ന പറയുന്നത്. അതുകൊണ്ട് തന്നെ ജലസമാനുള്ള ചാൻസ് ഇല്ല, നീ പോക്കിയല്ലേ എന്ന് ചോദിക്കാണ്. അല്ലെന്നും പറഞ്ഞ പോഷിയാണെങ്കിൽ തവാനും കിന്നും കൂടി എടുത്ത ആ ഒരു ഫോട്ടോ അവന് കിട്ടിയായിരുന്നല്ലോ, അതെടുത്ത് കാണിക്കാണ്. എന്ന് കിന്ന്, ഇതെന്തിനാ നീ ഇപ്പോഴും വെച്ചുകൊണ്ടിരിക്കുന്നേന്ന് പോഷെ. അത് വേറൊന്നല്ല, ഒരു റിമൈൻഡർ ആയിട്ട് വെച്ചിരിക്കുന്നതാണെന്ന് കിന്ന്. റിമൈൻഡർ ആണോ അതോ അതിൽ നിന്ന് പുറത്തു വരാൻ പറ്റാഞ്ഞിട്ടാണോ എന്ന് പോഷെ ചോദിക്കുമ്പം ആ സമയത്ത് എനിക്ക് പറ്റുന്നില്ലായിരുന്നു എന്ന് കിന്ന്. അപ്പൊ ഇപ്പോഴോ? ഇപ്പൊ ഞാൻ അതെല്ലാം വിട്ടുന്ന് കിന്ന്. ശരി എന്നുള്ള രീതിക്ക് ആ പോഷെ അത് കൊടുക്കുന്നുണ്ട്. ഇത് ഞാൻ കുറച്ച് കഴിയുമ്പോൾ അങ്ങ് എറിഞ്ഞ് കളഞ്ഞോളാന്ന് കിന്ന്. എന്നാ പിന്നെ ആദ്യം ഇപ്പൊ തന്നെ അങ്ങ് ചളക്കി കൂട്ടിയേക്കുന്ന പോഷെ. കിന്നു അത് ചളക്കി കൂട്ടിയിട്ട് റൂമിന്റെ ഓരത്തേക്ക് ഇടുന്നുണ്ട്. പോഷെ ഒന്ന് നോക്കുമ്പം അത് പിന്നെ ഞാൻ കുറച്ച് കഴിയുമ്പോൾ എടുത്ത് കളഞ്ഞോളാന്ന് കിന്ന്. അത് ശരിക്കും പറഞ്ഞാൽ അത് ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ഒരു സീനാണ്. അങ്ങനെ അടുത്ത സീനിൽ നോക്കുമ്പം രണ്ടുപേരും കൂടെ മങ്കിന്റെ അടുത്തേക്ക് വന്നേക്കുവാണ്. എന്ത് പറ്റി? ഞാൻ നിനക്ക് തന്ന സാധനം വർക്കായില്ലേ? ശരി, ഓക്കെ, നിനക്ക് കുറച്ചും കൂടെ വലുത് തരാന്ന് മങ്ക്. അതൊന്നും വേണ്ട, ഞങ്ങളെ ബ്ലെസ്സിങ്ങിന് വേണ്ടിയിട്ട് വന്നതാണെന്ന് പറഞ്ഞിട്ട് മങ്കിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ച് അനുഗ്രഹമൊക്കെ മേടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവരുടെ ബേക്കിലാണെങ്കിൽ മറ്റേ തവാൻ എന്ന് പറയുന്ന ആ പയ്യൻ വരുന്നുണ്ട്. അവനാണെങ്കിൽ എന്തോ വയ്യാത്തണക്ക് മയങ്ങി വീഴാണ്. ഇതാണ്ടിട്ട് മങ്ക് നോക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പയ്യന്മാർ നോക്കുമ്പം ആകെപ്പാടെ അങ്ങ് ഷോക്കായി പോവാണ്. മരിച്ചു എന്ന് വിചാരിച്ച ഒരാളെങ്ങനെ മുന്നിൽ വന്നാൽ അങ്ങനെയല്ലേ ഉണ്ടാവുള്ളൂ. അങ്ങനെ ഈ ഒരു സീന് കാണിച്ചുകൊണ്ടാണ്
നമ്മുടെ എപ്പിസോഡ് കഴിയുന്നത്.